കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവത കഥാവിചാരത്തിൽ ചതുർത്ഥ സ്കന്ധത്തിൽ പൃഥുചരിതത്തിലെ 21-ാം അധ്യായമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. ഇന്നലെ യജ്ഞശാലയിൽ ഭഗവാൻ വന്നു ചേരുന്നതും ആ ഭഗവാൻ അനുഗ്രഹിക്കുന്നതുമായ കാര്യം നാം കണ്ടു. അങ്ങനെ പൃഥു 100 യജ്ഞങ്ങൾ, അശ്വമേധയാഗങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിച്ചതാണെങ്കിൽ കൂടി ഇന്ദ്രൻ 99-ാമത്തെ യജ്ഞത്തിൽ തടസ്സം ചെയ്തു. 100 യജ്ഞം അശ്വമേധം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇന്ദ്രപദവിക്ക് അർഹതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തടസ്സം ചെയ്യുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നു. അതുപോലെ തന്നെ ഏകോനശതക്രതു എന്നുള്ളതായ ഒരു പേര് പൃഥുവിന് നൽകുകയാണ്. ബ്രഹ്മദേവനാണ് പറയുന്നത് ഏകോനശതക്രതു, അതായത് 1 കുറവായി 100 അശ്വമേധയാഗം നടത്തിയ ആൾ എന്നുള്ളതായ ഒരു ബഹുമതി അദ്ദേഹത്തിന് നൽകി. ഇനി അങ്ങ് ഈ യജ്ഞം കൊണ്ട് തന്നെ അങ്ങയുടെ അശ്വമേധയാഗം 100 പൂർത്തിയായി എന്ന് സങ്കല്പിച്ചുകൊള്ളൂ. ഇന്ദ്രനുമായിട്ട് വൈരം വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ അനുഗ്രഹം നൽകി ഭഗവാൻ യാഗശാലയിൽ നിന്നും അന്തർധാനം ചെയ്തു. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ സ്വന്തം പുരത്തിലേക്ക് യാത്ര തിരിച്ചു. മുത്തുമാലകൾ, പുഷ്പമാലകൾ, പട്ടുവസ്ത്രങ്ങൾ, സ്വർണതോരണങ്ങൾ, സുഗന്ധധൂപങ്ങൾ ഇവയൊക്കെയായിട്ട് ആ പട്ടണം അലങ്കരിച്ചിരുന്നു. ചന്ദനവും അകിലും ഒക്കെ അരച്ചു കലക്കിയതായിട്ടുള്ള വെള്ളം തളിച്ച് ശുദ്ധമാക്കിയിട്ടുള്ള പാതകൾ, പൂക്കൾ, അക്ഷതം, പഴങ്ങൾ, മലര്, ദീപങ്ങൾ ഇവ കൊണ്ടും കുലവാഴകൾ, ചെറിയ കവുങ്ങുകൾ, മാവ്, അശോകം എന്നീ വൃക്ഷങ്ങളുടെ തളിരുകൾ മുതലായവ കൊണ്ടും ആ പട്ടണം മൂടി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മനോഹരമായി അലങ്കരിക്കപ്പെട്ടതായ പട്ടണത്തിലേക്ക് പൃഥു യാഗം കഴിഞ്ഞ് മടങ്ങി വന്നു. പ്രജകളൊക്കെ പലവിധ കാഴ്ചദ്രവ്യങ്ങളെ കൊണ്ടും കന്യകമാർ താലപ്പൊലി കൊണ്ടും രാജാവിനെ എതിരേറ്റ് സ്വീകരിച്ചു. ശംഖ്, ദുന്ദുഭി മുതലായ വാദ്യങ്ങളാലും ബ്രാഹ്മണരുടെ ഉച്ചാരണത്താലും സ്വീകരിക്കപ്പെട്ടതായ പൃഥു മഹാരാജാവ് അഹങ്കാരത്തിൻ്റെ കണിക പോലും ഇല്ലാത്തവനായി തൻ്റെ രാജധാനിയിൽ പ്രവേശിച്ചു. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ താമസിക്കുന്നവർ പൃഥുവിനെ പൂജിച്ചു. തന്നേക്കാൾ ശ്രേഷ്ഠരായവരെ പൃഥു പൂജിച്ച് നമസ്കരിച്ചു. ഇങ്ങനെ ലേശം പോലും ദോഷമില്ലാത്ത ധർമാചരണത്തോടു കൂടിയവനും ഗുണമഹത്വമുള്ളവനും പൂജ്യരിൽ പൂജ്യനുമായ പൃഥു മഹാരാജാവ് കുറേ കാലം പ്രജകളെ ധർമ്മനിഷ്ഠയോടെ രക്ഷിച്ചു. അതിനുശേഷം പിന്നീട് ശരീരം ഉപേക്ഷിച്ച് പരമപദത്തെ പ്രാപിക്കുകയും ചെയ്തു. ആദ്യ രാജാവായിട്ടുള്ള പൃഥുവിൻ്റെ ചരിത്രം ഇത്ര വേഗം അവസാനിപ്പിച്ചതിൽ വിതുരന് വളരെ ദുഃഖം തോന്നുകയാണ്. അദ്ദേഹത്തിന് കുണ്ഠിതം തോന്നി. അങ്ങനെ അദ്ദേഹം മൈത്രേയ മഹർഷിയോട് ചോദിച്ചു, പൃഥുവിനെ ബ്രാഹ്മണരെ രാജാവാക്കി വാഴിച്ചുവല്ലോ. ദേവന്മാർ അദ്ദേഹത്തിന് സകല ഐശ്വര്യങ്ങളും കൊടുക്കുകയും ചെയ്തു. വൈഷ്ണവ തേജസ്സിനെ അവലംബിച്ച് അദ്ദേഹം ഭൂമിയെ കറന്ന് വേണ്ട സമ്പത്തുകളൊക്കെ പുറത്തേക്കെടുത്തുവല്ലോ. അദ്ദേഹത്തിൻ്റെ പരാക്രമത്തിൻ്റെ അവശിഷ്ടമല്ലേ പിന്നീടുള്ള രാജാക്കന്മാരൊക്കെ വാസ്തവത്തിൽ അനുഭവിക്കുന്നത്? ഇത്രയും പരാക്രമിയായിട്ടുള്ള വീരനായ അദ്ദേഹം ചെയ്ത മറ്റു കർമ്മങ്ങളെയും എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം. ഇങ്ങനെ വിതുരൻ്റെ അപേക്ഷയെ മാനിച്ച് മൈത്രേയ മഹർഷി വീണ്ടും ആ പൃഥുചരിതം കഥ തുടർന്ന് പറയാൻ തുടങ്ങുകയാണ്.
ഗംഗാ യമുനകളുടെ മധ്യത്തിലുള്ളതായ ബ്രഹ്മാവർത്തത്തിൽ താമസിച്ചുകൊണ്ട് പൃഥു തൻ്റെ പ്രാരബ്ധമനുസരിച്ച് വന്നു ചേർന്നതായിട്ടുള്ള സുഖ അനുഭവങ്ങളെ പുണ്യത്തെ ക്ഷയിപ്പിക്കാൻ വേണ്ടി അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. 7 ദ്വീപുകളുടെയും ചക്രവർത്തിയായിട്ടുള്ള അദ്ദേഹം ബ്രാഹ്മണരെയും ഭഗവത് ഭക്തന്മാരെയും ഒഴികെ മറ്റെല്ലാവരെയും തൻ്റെ കൽപ്പനയ്ക്ക് അധീനരാക്കി ഭരിച്ചു വന്നു. ഭരണം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കഴിവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഭഗവത് ഭക്തന്മാരെയും ബ്രാഹ്മണരെയും ഒഴികെ മറ്റുള്ളവരെയൊക്കെ ധർമ്മനിഷ്ഠയോടുകൂടി നിയന്ത്രിച്ചിരുന്നത് എന്നാണെങ്കിൽ, ഈ ബ്രാഹ്മണരും ഭക്തനും ധർമ്മത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ രാജാവിന് അവരെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരൊരു ധർമ്മമര്യാദയെ ഉല്ലംഘിച്ചൊരിക്കലും ജീവിക്കില്ല. അങ്ങനെ ധർമ്മമര്യാദയെ ഉല്ലംഘിച്ച് ജീവിക്കുന്നവരെയാണല്ലോ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ഒക്കെ രാജാവിന് ചെയ്യേണ്ടി വരുന്നത്. മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളെ ഒന്നും പ്രത്യേകിച്ച് രാജാവിന് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവരെ ഒഴികെ ബാക്കിയുള്ളവരെയൊക്കെ അദ്ദേഹം നിയന്ത്രിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. ഒരിക്കൽ ഗംഗാതീരത്ത് വെച്ച് മഹാസത്രം എന്ന മഹത്തായ ഒരു യജ്ഞകർമ്മം അനുഷ്ഠിക്കുകയുണ്ടായി. അതിൽ ദേവന്മാർ, ബ്രഹ്മർഷികൾ, രാജർഷികൾ, ബ്രാഹ്മണർ മുതലായിട്ടുള്ള എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ സത്രത്തിൽ പൃഥു എല്ലാവരെയും യഥോചിതം പൂജിച്ചു. അതിനുശേഷം നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രൻ എന്നതുപോലെ പൃഥു മഹാരാജാവ് ആ സദസ്സിൽ എഴുന്നേറ്റ് നിന്നു. പ്രജകളോട് ധാർമ്മികമായ ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് അദ്ദേഹം എഴുന്നേറ്റത്. അദ്ദേഹത്തിൻ്റെ ആ ശരീരം വളരെ ശോഭയുള്ളതായിരുന്നു, വളരെ തേജസ്സുള്ളതായിരുന്നു. നല്ല ഉയരമുള്ള ശരീരം, നീണ്ടു തടിച്ച കൈകൾ, രക്തപ്രസാദമുള്ളതായ നല്ല വെളുത്ത നിറത്തോടു കൂടിയവനായിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. ചെന്താമര ഇതളിന് തുല്യമായിട്ടുള്ള കണ്ണുകൾ, നല്ല സുന്ദരമായിട്ടുള്ള മനോഹരമായ നാസിക, ഭംഗിയുള്ള പല്ലുകൾ, ആകർഷകമായിട്ടുള്ള പുഞ്ചിരി, ഇങ്ങനെയൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ മുഖം നല്ല ശോഭയോടു കൂടിയിട്ടാണ് ഇരുന്നത്. നല്ല വിശാലമായിട്ടുള്ള മാറിടം, 3 വലികളോടു കൂടിയതും ആലില പോലെ ഒതുങ്ങിയതുമായിട്ടുള്ള മനോഹരമായ വയറ്, നീർച്ചുഴി പോലെയുള്ളതായിട്ടുള്ള പൊക്കിൽക്കൊടി, സ്വർണ്ണകാന്തിയുള്ളതായിട്ടുള്ള തുടകൾ, അറ്റം ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള പാദങ്ങൾ, നല്ല ചുരുണ്ട് കറുത്തതായിട്ടുള്ള ഇടതൂർന്ന തലമുടി, ശംഖ് പോലെ സുന്ദരമായിട്ടുള്ള കഴുത്ത്, ഇങ്ങനെയൊക്കെ സർവാംഗ സുന്ദരമായിട്ടുള്ള ശരീരത്തോടു കൂടിയിട്ടുള്ള ആളായിരുന്നു ആ പൃഥു. അദ്ദേഹം നല്ല വില കൂടിയതായിട്ടുള്ള 2 പട്ടുവസ്ത്രങ്ങളാണ് ഉടുത്തിട്ടുണ്ടായിരുന്നത്. ഉത്തരീയ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു. യാഗദീക്ഷയിലായിരുന്നതുകൊണ്ട് അദ്ദേഹം ആഭരണങ്ങളൊന്നും അണിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ആ കാന്തി പ്രകടമായിട്ട് കാണാൻ കഴിയുമായിരുന്നു. മറ്റത് ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ശോഭയും രത്നങ്ങളുടെയൊക്കെ ഒരു തിളക്കമൊക്കെ ഉണ്ടാവുമ്പോൾ ശരീരത്തിൻ്റെതായിട്ടുള്ള ഒരു കാന്തി മുഴുവൻ പ്രകടമാകില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൻ്റെതായിട്ടുള്ള കാന്തി തന്നെ ശരിക്കും സ്പഷ്ടമായി കാണാൻ കഴിയും. അരയിലാകട്ടെ കൃഷ്ണമൃഗത്തോലും കയ്യിൽ ദർഭപ്പുല്ലും ധരിച്ചിട്ടുണ്ടായിരുന്നു. തേജസ്വിയും കൃതകൃത്യനുമായിട്ടുള്ള ഭാവത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം വളരെ കുളിർമയുള്ള സ്നേഹമസൃണമായ കടാക്ഷം കൊണ്ട് 4 ഭാഗത്ത് നോക്കിക്കൊണ്ടും സദസ്യരെ സന്തോഷിപ്പിച്ചുകൊണ്ടും അദ്ദേഹം പറയാൻ തുടങ്ങി. കാതുകളെ ആകർഷിക്കുന്നവയും ഭംഗിയുള്ളവയും ആശയഗംഭീരവുമായിരുന്നു അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ആ വാക്കുകൾ. വളരെ മഹത്വമുള്ള കാര്യഗൗരവമുള്ള വാക്കുകളെയാണ് ആ പൃഥു മഹാരാജാവ് അവിടെ പറഞ്ഞത്. അവ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വാക്കുകളായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പൃഥുവിൻ്റെ ഉപദേശം വളരെ മഹത്തായിട്ടുള്ള ഒരു ഉപദേശമാണ്. അദ്ദേഹം പറയുന്നു, സഭ്യാശൃണുത, മാന്യസഭാവാസികളെ, ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം.
നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ മംഗളമുണ്ടാകട്ടെ. ധർമ്മത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ തങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ സജ്ജനങ്ങളോട് അറിയിക്കേണ്ടതാണ്. ഋഷികൾ എന്നെ പ്രജകളുടെ രാജാവാക്കി വാഴിച്ചിരിക്കുന്നു. പ്രജകളെ രക്ഷിക്കാനും അവർക്ക് ഉപജീവനം സമ്പാദിച്ചു കൊടുക്കാനും അവരെ ധാർമ്മികരാക്കി തീർക്കാനും ഞാൻ കടപ്പെട്ടവനാണ്. എൻ്റെ ധർമാചരണത്താൽ കർമ്മസാക്ഷിയായ ഭഗവാൻ സന്തോഷിച്ചാൽ പ്രജാസംരക്ഷണത്തിൽ കിട്ടാവുന്നതായിട്ടുള്ള പുണ്യലോകങ്ങൾ എനിക്ക് കിട്ടും. പ്രജകളെ ധാർമ്മികരായിട്ട് രക്ഷിക്കാതെ അവരിൽ നിന്ന് നികുതി മാത്രം വാങ്ങുന്നവനായ രാജാവ് പ്രജകളുടെ പാപത്തെ അനുഭവിക്കേണ്ടി വരും. സ്വന്തം ഐശ്വര്യം നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ എൻ്റെ പ്രജകളായ നിങ്ങൾ ഫലകാംക്ഷ കൂടാതെ അവനവൻ്റെ വർണ്ണാശ്രമ ധർമ്മങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിക്കൂ. അതാണ് നിങ്ങൾ എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഉപകാരം. പിതൃക്കളും ഋഷികളും ദേവന്മാരും ഞാൻ പ്രജകളോട് ഉപദേശിക്കുന്നതിനെ അനുമോദിക്കണം. ധർമ്മം ആചരിക്കുന്നവനും ആചരിപ്പിക്കുന്നവനും അനുമോദിക്കുന്നവനും അതിൻ്റെ പുണ്യഫലം തുല്യമായിട്ട് ലഭിക്കും. മരണശേഷം ആ പുണ്യം അനുഭവിക്കാനും കഴിയും. അവരവരുടേതായിട്ടുള്ള കർമ്മത്തെ വർണ്ണത്തിനും ആശ്രമത്തിനും അനുസൃതമായി നിങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യൂ എന്നുള്ളതാണ് പൃഥുവിൻ്റെ ഉപദേശത്തിൻ്റെ സാരം. ഉപദേശം കഴിഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ ഒരു ഭരണാധികാരി ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യത്തെ വ്യക്തവും സ്പഷ്ടവുമായ രീതിയിൽ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരവരുടെ കർത്തവ്യ കർമ്മങ്ങൾ സമൂഹത്തിൽ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ സമൂഹത്തിൽ ഒരിക്കലും ഛിദ്രതയുണ്ടാവില്ല. ആ സമൂഹം നല്ല രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വിജയിക്കൂ എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം തുടർന്ന് പറയുന്നു, അസ്തി യജ്ഞപതിർനാമ കേഷാഞ്ചിത് അർഹസത്തമാഹ. ഹേ പൂജ്യന്മാരായിട്ടുള്ളവരെ, ജനങ്ങളെ സംബോധന ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും വളരെ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, യജ്ഞങ്ങളുടെയൊക്കെ ഫലം നൽകി അനുഗ്രഹിക്കുന്നതായ ഒരു ഈശ്വരനുണ്ട് എന്ന് ദൃഢമായി വിശ്വസിക്കുന്നവർ പലരുമുണ്ട്. അങ്ങനെയുള്ള ഒരു ഈശ്വരനുണ്ട്. അസ്തി യജ്ഞപതിർനാമ. സ്വയംഭുവമനു, ഉത്താനപാദൻ, ധ്രുവൻ, പ്രിയവ്രതൻ, അങ്കൻ, ബ്രഹ്മദേവൻ, ശ്രീ പരമേശ്വരൻ, പ്രഹ്ലാദൻ, മഹാബലി ഇവരെല്ലാവരും യജ്ഞേശ്വരനായ ഭഗവാനെ കർമ്മഫലദാതാവായിട്ട് അംഗീകരിച്ചിട്ടുള്ള ആളുകളാണ്. ഇവരൊക്കെ ആ ഈശ്വരനെ ആരാധിച്ചതാണ്, അംഗീകരിച്ചിട്ടുണ്ട്, അവരതിനെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേനനെ പോലെ അപൂർവം ചിലർ മാത്രമാണ് ഈശ്വരനെ നിഷേധിക്കുന്നവർ, ഈശ്വരനില്ല എന്ന് പറയുന്നവർ. അവർ വാസ്തവത്തിൽ ധർമ്മത്തിൻ്റെ സ്വരൂപം അറിയാത്തവരാണ്. ഭൗതികവാദത്തിൽ, കേവലം ഭൗതികവാദത്തിൽ മയങ്ങിയിട്ടുള്ള ആളുകളാണ്. അവർ അനുകമ്പയ്ക്ക് അർഹന്മാരാണ്. അതായത് വേണ്ടത്ര വിവേകമില്ലാത്തവരാണ്. ഭഗവത് സേവയിലുള്ള താൽപ്പര്യം അനുദിനം വളർന്നു വന്നാൽ അത് ദുഃഖിതരുടെ അനേക ജന്മങ്ങളിലായി സമ്പാദിച്ചതായിട്ടുള്ള പാപവാസനകളെ മുഴുവൻ വളരെ വേഗത്തിൽ നശിപ്പിക്കും. ഈശ്വര ആരാധന എന്തിനാണ് നമ്മുടെ പൂർവിക ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നിവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഈശ്വരനെ ആരാധിക്കുന്നതിലൂടെ എപ്രകാരമാണോ ശരീരത്തിലുള്ളതായ അഴുക്ക് സ്നാനത്തിലൂടെ കഴുകിക്കളഞ്ഞ് ശരീരം ശുദ്ധമാക്കാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ യത്പാദസേവാഭിരുചിസ്തപസ്വിനാം അശേഷ ജന്മോപജിതം മലം ധിയ സദ്യക്ഷിണോ തന്വഹമേധതി സതി യഥാപദ അങ്കുഷ്ടവിനിസൃതാസരിത്. യാതൊരാളുടെ പാദസേവയിലുള്ള അഭിരുചി പ്രതിദിനം വർദ്ധിച്ച് അവിടുത്തെ പാദ അങ്കുഷ്ടത്തിൽ നിന്ന് പ്രവഹിച്ച നദി, അതായത് ഗംഗാനദി പോലെ
സംസാര താപതപ്തന്മാരുടെ അനേക ജന്മങ്ങളിലെ വർദ്ധിച്ച വാസനകളാകുന്ന ചളിയെ, അഴുക്കിനെ പെട്ടെന്ന് കഴുകിക്കളയുന്നുവോ ആ ഭഗവാനെ തന്നെ നിങ്ങൾ ഭജിക്കൂ. ഈശ്വര വിശ്വാസമുള്ളവരും ഈശ്വര ആരാധന ഉള്ളവരുമായി തീരുന്നു. നമ്മോട് ഈശ്വര ആരാധന ചെയ്യാൻ പറയുന്നത്, ഈശ്വര ഭജനം ചെയ്യാൻ പറയുന്നത് ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ മൂഢരാക്കുന്നതിനു വേണ്ടിയല്ല. മറിച്ച് ആ ഈശ്വര ആരാധനയിലൂടെ നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നതിനും ക്രമേണ നമ്മുടെ തന്നെ ശ്രേയസ്സിനും വേണ്ടിയാണ്. കാരണം ഈശ്വര ആരാധനയിലൂടെ, ഈശ്വര ഭജനത്തിലൂടെ നാം ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അഹങ്കാരം വർദ്ധിക്കുകയില്ല. കാരണം എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹമാണ്, കഴിവാണ്, ഈശ്വരൻ്റെ കാരുണ്യമാണ് എന്നുള്ള ഭാവനയോടുകൂടി നാം കർമ്മം ചെയ്യുന്ന സമയത്ത് ആ കർമ്മങ്ങൾ അഭിമാനരഹിതങ്ങളായി, അഹങ്കാരരഹിതങ്ങളായി, നിഷ്കാമകർമ്മങ്ങളായി തീരുന്നു. അത് നമ്മുടെ അന്ധക്കരണ ശുദ്ധിക്ക് കാരണമായി തീരുന്നു. എന്നാൽ ഈശ്വര ആരാധനയോ മറ്റൊന്നുമില്ലാതെ നാം പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് അത് സ്വന്തം കഴിവും സാമർഥ്യവുമായി കരുതി അത് അഹങ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നു. ആ അഹങ്കാരം നമ്മുടെ അധപ്പതനത്തിന് കാരണമായി തീരുന്നു. ഇതുകൊണ്ടാണ് കേവലം ഭൗതികവാദത്തിൽ മാത്രം മുഴുകി ഈശ്വരനില്ല എന്നും അല്ലെങ്കിൽ ഈശ്വരനെ നിഷേധിക്കുന്ന ആളുകളും അനുകമ്പ അർഹന്മാരാണ്, അവർ വാസ്തവത്തിൽ കാര്യമെന്താണ് എന്ന് അറിയാതെയാണ് അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മുടെ പൂർവിക ഋഷിമാർ നമ്മളോട് പറയുന്നത് ഈ ഒരു ഉദ്ദേശത്തിലാണ്. അപ്പം നമ്മുടെ മനോമാലിന്യമാകുന്ന കർമ്മവാസനകൾ നശിച്ചു കഴിഞ്ഞാൽ മനസ്സ് ശുദ്ധമായി തീരും, നിസ്സംഗമായി തീരും. അനാസക്തമായി തീർന്ന മനസ്സിൽ താൻ ആത്മാവാണ് എന്ന അനുഭവജ്ഞാനമുണ്ടാവും. പിന്നീട് ആ സാധകൻ ഒരിക്കലും സംസാരത്തിൽ വീണ്ടും ജനിക്കേണ്ടി വരില്ല. അതിനാൽ എൻ്റെ പ്രജകളായ നിങ്ങൾ ശരീരം, മനസ്സ്, വാക്ക് എന്നിവ കൊണ്ട്, കർമ്മത്തിനുള്ള വഴികൾ അതാണല്ലോ, ശരീരം കൊണ്ട് ശാരീരികമായിട്ട്, വാചികമായിട്ട്, മാനസികമായിട്ട്, ഇങ്ങനെ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും അവരവരുടെ വർണ്ണാശ്രമധർമ്മങ്ങളെ ഈശ്വര പ്രീതിക്കായിട്ട് ആചരിക്കൂ. കാരണം ഈ വർണ്ണാശ്രമധർമ്മങ്ങൾ സമൂഹത്തിൻ്റെ ഒരു വ്യവസ്ഥിതിക്ക് അനിവാര്യമാണ്. ഗീതയിലും പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ജായത്തെ വർണ്ണസങ്കര സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യച. ഈ വർണ്ണസാങ്കര്യം വരും. വർണ്ണസാങ്കര്യം വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടേതായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ എതിരായിത്തീരും. ക്രമേണ മനുഷ്യരിലുള്ളതായ, മനുഷ്യ സമൂഹത്തിലുള്ളതായ ആ ഒരു വ്യവസ്ഥിതി അത് നഷ്ടമായി തീരും. മനുഷ്യൻ മൃഗസമാനമായി തീരും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പൃഥു വീണ്ടും തുടരുന്നു. സർവേശ്വരനായ ഭഗവാൻ വാസ്തവത്തിൽ വിശുദ്ധ ജ്ഞാനസ്വരൂപനും 3 ഗുണങ്ങളും ഇല്ലാത്തവനുമാണെങ്കിലും കർമ്മമാർഗത്തിൽ യാഗത്തിലെ ധാന്യം മുതലായ ദ്രവ്യങ്ങൾ, വെളുപ്പ് മുതലായ വർണ്ണങ്ങൾ, ധാന്യങ്ങളെ സംസ്കരിക്കലാകുന്ന ക്രിയകൾ, മന്ത്രോച്ചാരണങ്ങൾ എന്നിവ കൊണ്ടും ഉപകരണങ്ങൾ, സങ്കല്പം, പദാർത്ഥശക്തി, ജ്യോതിഷ്ഠോമം മുതലായ നാമങ്ങളെ കൊണ്ടും ബഹുവിശേഷങ്ങളോടുകൂടിയ യജ്ഞകർമ്മമായിട്ട് രൂപം കൊള്ളുന്നു. സർവേശ്വരനായ ഭഗവാൻ മൂലപ്രകൃതി, കാലശക്തി, വാസന, ജീവന്റെ അദൃഷ്ടം എന്നിവയാൽ നിർമ്മിക്കപ്പെട്ട ശരീരത്തിൽ ബോധശക്തിയെ പ്രവർത്തിപ്പിച്ച് അഗ്നി വിറകിൽ പ്രവേശിച്ച് അതിൻ്റെ സ്വരൂപം സ്വീകരിക്കുന്നത് പോലെ കർമ്മങ്ങളുടെ ഫലസ്വരൂപത്തിൽ കാണപ്പെടുന്നു. യജ്ഞാംശത്തെ അനുഭവിക്കുന്ന ദേവന്മാരുടെ നിയന്താവും ആചാര്യനുമായ ഭഗവാനെ എൻ്റെ പ്രജകൾ ദൃഢനിഷ്ഠയോടെ അവരവരുടെ വർണ്ണാശ്രമധർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് ആരാധിച്ചു വരുന്നുവല്ലോ. അവർ ധർമാചരണത്തിലൂടെ എനിക്ക് വലിയവന് അനുഗ്രഹമാണ് ചെയ്യുന്നത്. ക്ഷത്രിയർക്ക് സമൃദ്ധമായിട്ടുള്ള പ്രഭാവം ബ്രാഹ്മണരുടെ അനുഗ്രഹം കൊണ്ടാണ് കിട്ടുന്നത്. ക്ഷമ, തപസ്, ജ്ഞാനം എന്നിവയോടുകൂടിയ ബ്രാഹ്മണരെയും ഭഗവാനെ സർവാത്മന ആശ്രയിച്ച ഭക്തന്മാരെയും നിങ്ങൾ ഒരിക്കലും അതിക്രമിക്കരുത്. ബ്രാഹ്മണ ഭക്തനും മഹത്തുക്കളിൽ മഹാനും പുരാണപുരുഷനുമായ ഭഗവാൻ ശ്രീഹരി
ബ്രാഹ്മണരുടെ പാദസേവ ചെയ്യുന്നതിനാലാണ് ഒരിക്കലും വിട്ടുപിരിയാത്തതായ ലക്ഷ്മീദേവിയും വിശ്വവിശുദ്ധമായ കീർത്തിയെയും സമ്പാദിച്ചത്. അപ്രകാരം മഹത്വമുള്ളതായ ബ്രാഹ്മണരെ സേവിച്ചാൽ ഭഗവാൻ സന്തോഷിച്ച് സർവ്വ അഭീഷ്ടങ്ങളും നൽകി അനുഗ്രഹിക്കും. അതിനാൽ ഭഗവാൻ ആചരിക്കുന്ന ബ്രാഹ്മണ ആരാധനയാകുന്ന ധർമ്മത്തിൽ തൽപരരായി നിങ്ങളും സർവാത്മന ബ്രാഹ്മണ കുലത്തെ സേവിക്കൂ. ബ്രാഹ്മണരെ നിത്യേന ഭക്തിയോടെ സേവിക്കുകയാണെങ്കിൽ വേറെ പ്രത്യേക അനുഷ്ഠാനമൊന്നും ഇല്ലാതെ തന്നെ മനുഷ്യന് നിത്യനിർവൃതിയെ പ്രാപിക്കാൻ കഴിയും. അപ്രകാരമുള്ള ബ്രാഹ്മണരുടെ മുഖമല്ലേ ദേവന്മാർക്ക് ഹവിസു സ്വീകരിക്കാനുള്ളതായ ഉത്തമസ്ഥാനം. പരമഹംസന്മാർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതായ ഭഗവാൻ യാഗാഗ്നിയിൽ സമർപ്പിക്കുന്ന ഹവിർഭാഗത്തെ പോലും ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതിനെ സ്വീകരിക്കുന്നത് പോലെ അത്ര സംതൃപ്തിയോടെ സ്വീകരിക്കുന്നില്ല. അതായത് മഹാത്മാക്കളായിട്ടുള്ള ആളുകൾക്ക് ദാനം ചെയ്യുന്നത് അഗ്നിയിൽ ഹോമം ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു. കണ്ണാടിയിൽ മുഖമെന്നതുപോലെ ഈ ലോകം മുഴുവൻ വേദത്തിലാണ് പ്രതിബിംബിക്കുന്നത്. രജോ ഗുണ തമോ ഗുണ സ്പർശമില്ലാത്തതും ശാശ്വതവുമായ വേദത്തെ ശ്രദ്ധ, മൗനം, തപസ്, ഇന്ദ്രിയ നിഗ്രഹം, ചിത്തത്തിൻ്റെ ഏകാഗ്രത എന്നിവയോടുകൂടി ധരിക്കുന്നവരും ബ്രാഹ്മണരാണ്. അവരുടെ പാദരേണുക്കളെ ഞാൻ ജീവിതകാലം മുഴുവൻ എൻ്റെ ശിരസിൽ ധരിക്കും. ബ്രാഹ്മണരുടെ പാദധൂളികളെ ധരിക്കുന്നവൻ്റെ പാപം വളരെ വേഗത്തിൽ നശിക്കും. എല്ലാ ഗുണങ്ങളും അവനെ ഇങ്ങോട്ട് വന്ന് ആശ്രയിക്കുകയും ചെയ്യും. ഗുണവാനും സൽസ്വഭാവത്തോടു കൂടിയവനും ഉപകാരസ്മരണയുള്ളവനും ജ്ഞാനികളെ സേവിക്കുന്നവനുമായ പുരുഷനെ ഇഹത്തിലും പരത്തിലും സകലവിധ ഐശ്വര്യങ്ങളും വന്നു സേവിക്കും. അതിനാൽ ബ്രാഹ്മണരും പശുക്കളും ഭഗവാൻ ശ്രീഹരിയും എന്നോട് സന്തോഷിക്കുമാറാകണേ എന്ന് ഈ പൃഥു അവിടെ പറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രജകൾക്ക് ധർമ്മോപദേശം ചെയ്തതായ പൃഥു ചക്രവർത്തിയെ ദേവന്മാരും പിതൃക്കളും ഋഷികളുമൊക്കെ അനുമോദിച്ചു. പുത്രനിലൂടെ പുണ്യലോകങ്ങൾ സമ്പാദിക്കാൻ കഴിയും എന്ന വേദവാക്യം സത്യം തന്നെയാണ്. പുത്രേണ ജയതേ ലോകാൻ എന്ന് വേദത്തിൽ പറയും. പിതാവ് പുത്രനിലൂടെയാണ് പുണ്യലോകങ്ങൾ സമ്പാദിക്കുന്നത്. അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും രണ്ടുപേരുണ്ട്, അച്ഛന് മാത്രമല്ല. അച്ഛനമ്മമാര് മക്കളിലൂടെയാണ് പുണ്യലോകങ്ങൾ സമ്പാദിക്കുന്നത്. അതുപോലെ തന്നെ അച്ഛനമ്മമാർ മക്കളിലൂടെ നരകലോകങ്ങളും സമ്പാദിക്കുന്നു. കാരണം അച്ഛനമ്മമാരുടെ കടമയാണ് മക്കൾക്ക് നല്ല സംസ്കാരം നൽകുക, നല്ല സന്താനങ്ങളായി വളർത്തുക എന്നുള്ളത്. അത് വേണ്ട രീതിയിൽ ചെയ്ത് മക്കൾ കീർത്തിമാന്മാരായി അവർ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ധ്രുവൻ്റെ കഥയിലൂടെ കണ്ടതാണ്. ധ്രുവ പദവിയിലേക്ക് പോകുന്ന സമയത്ത് കാട്ടിൽ പോയി 5 വയസ്സിൽ തപസ് ചെയ്ത് ധ്രുവ പദവിയിലേക്ക് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് തപസ്സൊന്നും ചെയ്യാത്തതായിട്ടുള്ള ധ്രുവൻ്റെ അമ്മയായ സുനീതിയും പുണ്യലോകങ്ങളിലേക്ക് ആനയിക്കപ്പെട്ടു. കാരണം മറ്റൊന്നുമല്ല, ആ പുത്രനെ സംസ്കാരസമ്പന്നനായി വളർത്തിയതിൻ്റെ പരിണതഫലമാണ് സുനീതിക്ക് കിട്ടിയതായ പുണ്യലോകം. എന്നാൽ അപ്പുറത്താകട്ടെ സുരുചി കാട്ടുതീയിൽപ്പെട്ട് മരിക്കുകയാണ് ചെയ്തത്. കാരണം തൻ്റെ മകനെ സംസ്കാര സമ്പന്നനാക്കാത്തതിലും സുനീതിയുടെ മകനായിട്ടുള്ള ധ്രുവനോട് ചെയ്തതായിട്ടുള്ള വിദ്വേഷത്തിൻ്റെയും പരിണതഫലമായി കാട്ടുതീയിൽപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാട്ടുതീ എന്ന് പറഞ്ഞാൽ ദുഃഖമാണല്ലോ. ആ ദുഃഖം അത് തന്നെയാണ് നരകം എന്ന് പറയുന്നത്. അപ്പോൾ മാതാപിതാക്കളുടെ വേണ്ട രീതിയിലുള്ള ആ ഒരു ശ്രദ്ധയില്ലാതെ അവരുടെ മക്കൾ
ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദുഷ്പ്രവൃത്തിയുടെ പരിണതഫലം മരിച്ചുപോയി കഴിഞ്ഞാൽ ആ മാതാപിതാക്കളെയും നരകത്തിലേക്ക് തള്ളിവിടും. കാരണം സ്വാഭാവികമായിട്ടും അവിടെ യമരാജാവ് പറയും, നിന്റെ ഉത്തരവാദിത്വമാണ് കുട്ടികളെ നല്ല വഴിക്ക് നടത്തുക എന്നുള്ളത്. അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിന്റെ മക്കൾ ചെയ്തതിൻ്റെയൊക്കെ ഒരു അംശം പാപഫലം നിനക്കും വന്നു ചേരും. അതുകൊണ്ട് തന്നെ അവർക്കും നരകദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കാണിക്കുന്നു. അതുകൊണ്ടാണ് മക്കളിലൂടെ പുണ്യലോകങ്ങൾ സമ്പാദിക്കാൻ കഴിയും എന്ന വേദവാക്യം സത്യമാണ് എന്ന് പറഞ്ഞത്. കാരണം ബ്രാഹ്മണ ശാപം കൊണ്ട് മരിച്ച വേനൻ പോലും ഈ പൃഥുവിലൂടെ നരകത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടുവല്ലോ. ഹിരണ്യകശിപുവും ഭഗവാനെ തിരസ്കരിച്ചതിനാൽ നരകത്തിൽ വീഴുമായിരുന്നു. എന്നാൽ പ്രഹ്ലാദൻ്റെ പ്രഭാവം കൊണ്ട് അദ്ദേഹവും നരകത്തിൽ പോകാതെ രക്ഷപ്പെട്ടു. രാജാവേ, അങ്ങേക്ക് ഭഗവാനിൽ ഇത്ര ഉറച്ച ഭക്തി ഉണ്ടായല്ലോ. അതിനാൽ വീര്യവാനായ അങ്ങ് പ്രജാപരിപാലനം ചെയ്തുകൊണ്ട് വളരെ കാലം വാണാലും. നിർമ്മല കീർത്തിയോടുകൂടി അങ്ങ് രാജാവായതിനാൽ ഞങ്ങൾ ഭഗവാനാകുന്ന നാഥനോടുകൂടിയവരായി തീർന്നിരിക്കുന്നു. ബ്രാഹ്മണ ഭക്തനും പുണ്യകീർത്തിയുമായ ഭഗവാന്റെ കഥകളെയും ഈശ്വരഭജനത്തിൻ്റെ ആവശ്യകതയെയും അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നുവല്ലോ. അപാര കാരുണ്യത്തോടുകൂടിയവനായ അങ്ങേക്ക് ഞങ്ങളെ ഉപദേശിച്ച് നേർവഴിക്ക് നയിക്കലും പ്രജകളോടുള്ള വാത്സല്യവും ആശ്ചര്യകരമല്ല. പ്രാരബ്ധ കർമ്മത്താൽ വിവേകം നശിച്ചതായ ഞങ്ങളെ അങ്ങ് അജ്ഞാനമാകുന്ന അന്ധകാരത്തിൻ്റെ മറുകര എത്തിച്ചിരിക്കുന്നു. ബ്രാഹ്മണരിൽ പ്രവേശിച്ച് ക്ഷത്രിയരെയും ക്ഷത്രിയരിൽ പ്രവേശിച്ച് ബ്രാഹ്മണരെയും ഈ രണ്ട് വർണ്ണങ്ങളിലൂടെ ലോകത്തെയും രക്ഷിക്കുന്ന പുരുഷോത്തമനായ അങ്ങേക്ക് നമസ്കാരം എന്നിങ്ങനെ പ്രജകളെല്ലാം കൂടി പൃഥു മഹാരാജാവിനെ സ്തുതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ 21 അധ്യായം കഴിയുകയാണ്, ഉപസംഹരിക്കുകയാണ്. അങ്ങനെ ഉപദേശിച്ചതായിട്ടുള്ള പൃഥുവിന് സനകാദികൾ വന്ന് ഉപദേശം നൽകുന്നതാണ് അടുത്ത അധ്യായം. 22 അധ്യായത്തിൽ വീണ്ടും മൈത്രേയ മഹർഷി തുടരുന്നു. ജനങ്ങൾ പൃഥുവിനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കെ സൂര്യനെ പോലെ തേജസ്വികളായ 4 മുനിമാർ അവിടെ വന്നു ചേർന്നു. ദർശനമാത്രം കൊണ്ട് തന്നെ പാപം നശിപ്പിക്കുന്ന ആ 4 സിദ്ധന്മാർ ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നതായിട്ടാണ് പൃഥു കണ്ടത്. സനകാദി ഋഷികളായിരുന്നു അവർ. അനുയായികളോടുകൂടി എഴുന്നേറ്റ് പൃഥു ചക്രവർത്തി അവരെ നമസ്കരിച്ച് സ്വീകരിച്ചു. സഭാമര്യാദകൾ നല്ലപോലെ അറിയുന്നവനായ രാജാവ് അവരെ 4 സിംഹാസനങ്ങളിൽ ഇരുത്തി വേണ്ടതുപോലെ പാദപൂജ ചെയ്ത് സൽക്കരിച്ചു. അവരുടെ പാദതീർത്ഥം ശിരസിൽ ധരിച്ചു. സജ്ജനങ്ങളുടെ സ്വഭാവമാണ് മഹാത്മാക്കളെ പൂജിക്കുക, ആദരിക്കുക എന്നിവ. ആ സദാചാര മര്യാദയെ ആദരിക്കുന്നവനും ആചരിക്കുന്നവനുമായിരുന്നു പൃഥു ചക്രവർത്തി. യാഗശാലയിൽ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ അഗ്നികളെപ്പോലെ തേജസ്വികളായി ശോഭിക്കുന്നതായ അവരെ സമീപിച്ച് പൃഥു ശ്രദ്ധയോടും മനോനിയന്ത്രണത്തോടും കൂടി പറയുകയാണ്, മംഗളസ്വരൂപികളായ പുണ്യപുരുഷന്മാരെ, യോഗികൾക്ക് പോലും സുലഭരല്ലാത്തതായ നിങ്ങളെ എനിക്ക് കാണാൻ സാധിച്ചത് എന്ത് പുണ്യവിശേഷം കൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. ബ്രാഹ്മണരും ശിവനും വിഷ്ണുവും സന്തോഷിച്ചാൽ ആ ഭക്തന് ഇഹത്തിലും പരത്തിലും എന്താണ് കിട്ടാത്തത്? പരമാത്മാവ് എല്ലാത്തെയും കാണുന്നു. പരമാത്മാവ് എല്ലാത്തിനെയും കാണുന്നു. എന്നാൽ പരമാത്മാവിനെ ആർക്കും കാണാൻ കഴിയുന്നുമില്ല. അതുപോലെ നിങ്ങളെ ലൗകികന്മാർ കാണുകയോ കണ്ടാൽ തന്നെ തിരിച്ചറിയുകയോ ചെയ്യാറില്ല. ഭവാന്മാരെ പോലെയുള്ള മഹാത്മാക്കളെ പൂജിക്കാൻ വേണ്ട ഉപകരണങ്ങളും മനസ്ഥിതിയുമുള്ള ഗൃഹസ്ഥന്മാരാണ് ധനികരല്ലെങ്കിലും ശരിക്ക് ധന്യന്മാരായിട്ടുള്ള ആളുകൾ. അതായത് മഹാത്മാക്കളെ വേണ്ട രീതിയിൽ ആദരിക്കുക, പൂജിക്കുക എന്നുള്ള കാര്യങ്ങൾ. അധനാ അപിതേ ധന്യ സാധവോ ഗൃഹമേധിന യദ്ഗൃഹാഹ്യർഹപര്യാമ്പോ തൃണഭൂമി ഈശ്വരാവരാഹ. മഹാത്മാക്കളായിട്ടുള്ള ആളുകളെ പൂജിക്കാൻ വേണ്ട ഉപകരണങ്ങളും മനസ്ഥിതിയും വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞത്. പലർക്കും ചിലപ്പോൾ സമ്പത്ത് ഉണ്ടാകാം, പക്ഷേ
മഹാത്മാക്കളെ ആദരിക്കാനോ ബഹുമാനിക്കാനോ ഉള്ളതായ മനസ്ഥിതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് മനസ്ഥിതി ഉണ്ടാകാം, ധനസ്ഥിതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിലിവിടെ എടുത്തു പറയുന്നു, അധനാ അപി തേ ധന്യാഹ, വേണ്ടത്ര സമ്പത്ത് ഇല്ലാത്തവരാണെങ്കിൽ കൂടിയിട്ട് മഹാത്മാക്കളെ ആരാണോ ആദരിക്കുന്നത്, ഏത് വീട്ടിലാണോ മഹാത്മാക്കളെ ബഹുമാനിക്കുക, പൂജിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ നടക്കുന്നത്, അവരാണ് ശരിക്കും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ. കാരണം ആ ദരിദ്രരാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ സമ്പത്ത് കുറഞ്ഞവരാണെങ്കിൽ കൂടി മഹാത്മാക്കളെ ആദരിക്കുന്നതായിട്ടുള്ള അവർ ക്രമേണ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും. കാരണം 8ാം ശ്ലോകത്തിൽ പറയുന്നു, കിം തസ്യ ദുർലഭതരം ഇഹ ലോകേ പരത്രച യസ്യ വിപ്രാപ്രസീദന്തി ശിവോ വിഷ്ണുശ്ച സാനുക. സജ്ജനങ്ങളും അനുയായികളോടുകൂടിയ മഹാദേവനും വിഷ്ണുവും ആരിലാണോ പ്രസാദിക്കുന്നത് ആ പുണ്യാത്മാവിന് ഇഹത്തിലും പരത്തിലും എന്താണ് വിഷമമായിട്ടുള്ളത്? അപ്പോൾ തീർച്ചയായിട്ടും മഹാത്മാക്കളുടെ സംസർഗമുണ്ടെങ്കിൽ ആ മഹാത്മാക്കൾ ഈശ്വര ഭജനത്തിന് ഓരോ വഴികൾ നമുക്ക് പറഞ്ഞു തരും, ഈശ്വര ഭജനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു തരും. അങ്ങനെ അതിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ പുണ്യം വർദ്ധിക്കുന്നതിനും കുടുംബത്തിലും സന്തതി പരമ്പരകളിലും ശ്രേയസ് വർദ്ധിക്കുന്നതിനും കാരണമായി തീരും. ഇനി അതല്ല എങ്കിലോ, ഈശ്വര പൂജയോ മഹാത്മാക്കളെ ആദരിക്കുകയോ ഒന്നും ചെയ്യാത്തതായിട്ടുള്ള ഗൃഹസ്ഥന്മാരാണെന്നുണ്ടെങ്കിൽ വ്യാളാലയ ദ്രുമാവൈത്തെ പ്യരിക്താഖില സമ്പദ യദ്ഗൃഹ തീർത്ഥപാദീയ പാദതീർത്ഥവിവർജിത. 2 ഗൃഹങ്ങളെയും ഇവിടെ 10ഉം 11ഉം ശ്ലോകങ്ങളായിട്ട് പറയുന്നു. സമ്പത്ത് കുറവുണ്ടെങ്കിലും മഹാത്മാക്കളെ ആദരിക്കുന്നതായിട്ടുള്ള ഈശ്വര പൂജ നിത്യവും നടക്കുന്നതായിട്ടുള്ള ഗൃഹമുണ്ടെങ്കിൽ ആ ഗൃഹത്തിലുള്ളവർ ഇവരൊക്കെ ശ്രേഷ്ഠമാണ്. എന്നാൽ ഭഗവത് ഭക്തന്മാരുടെ പാദതീർത്ഥം വീഴാത്തതായിട്ടുള്ള ഗൃഹം സർവസമ്പദ് സമൃദ്ധമാണെങ്കിൽ പോലും പാമ്പുകൾ വസിക്കുന്ന ചന്ദനമരം പോലെ ഉപേക്ഷിക്കേണ്ടതാണ്. അവർ വ്യാളാലയദ്രുമം, വ്യാളം എന്ന് പറയുന്നത് സർപ്പത്തിനെയാണ്. വലിയ സർപ്പം കയറിക്കൂടിയതായിട്ടുള്ള ചന്ദനമരം സർപ്പത്തിൻ്റെ വാസസ്ഥാനമാണ്. അപ്പം അതുകൊണ്ട് ആ ചന്ദനത്തിൻ്റെ അടുത്തേക്ക് പോകാനോ അതിൻ്റെ സുഗന്ധം ആസ്വദിക്കാനോ ഒന്നും ആർക്കും സാധിക്കില്ല. ഇതുപോലെയാണ് സജ്ജനങ്ങൾ, ഈശ്വര ആരാധന ഇതൊന്നും ഇല്ലാത്തതായിട്ടുള്ളതായ ഗൃഹം. അത് അമംഗളമായി തീരും. കാരണം അവിടെ ക്രമേണ അധപ്പതനം സംഭവിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഹേ ബ്രാഹ്മണശ്രേഷ്ഠരെ, നിങ്ങൾക്ക് സ്വാഗതം. എന്നും കുമാരന്മാരായ നിങ്ങൾ സ്ഥിരമായ പ്രജ്ഞയോടുകൂടിയിട്ടുള്ള ആളുകളാണ്. നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്നവരാണ്. സ്വന്തം കർമ്മഫലം അനുഭവിക്കാനായി ദുഃഖങ്ങളുടെ ഉറവിടമായ ഈ സംസാരത്തിൽ വീണവരും ശബ്ദാദി വിഷയങ്ങളെ സുഖസ്വരൂപമായി കാണുന്നവരുമായിട്ടുള്ള എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഒരിക്കലും സുഖമുണ്ടാവാൻ സാധ്യതയില്ല. അതായത് ഈ സംസാരത്തിൽ എവിടെയാണ് സുഖമുണ്ടാകുന്നത്? അതിനാൽ എന്നോട് സുഖമല്ലേ എന്നതായിട്ടുള്ള കുശലപ്രശ്നം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സംസാരത്തിൽ അങ്ങനെ ഒരു സുഖം എന്നുള്ളൊരു സാധനം ഇല്ലാത്തതുകൊണ്ട്. ആത്മാരാമന്മാരും സുഖം ദുഃഖം എന്നീ മനോവൃത്തികൾക്ക് അതീതന്മാരുമായിട്ടുള്ള നിങ്ങളോട് സുഖമല്ലേ എന്ന ചോദ്യമോ അത് അസ്ഥാനത്തുമാണ്. അതുകൊണ്ട് പരസ്പരം കുശലപ്രശ്നത്തിന് സമയം ചെലവഴിക്കാതെ ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് പ്രവേശിക്കാം. ദുഃഖിതന്മാരുടെ ബന്ധുക്കളായിട്ടുള്ള നിങ്ങളോട് ഞാൻ അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് പൃഥു തൻ്റേതായിട്ടുള്ള ചോദ്യം സനകാദി മഹർഷിമാരോട് ഉന്നയിക്കുന്നത്. ദുഃഖസ്വരൂപമായിട്ടുള്ള ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള സുഗമമായിട്ടുള്ള അനുഷ്ഠാനം എന്താണ്? അത് സദയം പറഞ്ഞു തരണം. ആത്മാരാമനും ജനനാദി വികാരങ്ങളൊന്നും ഇല്ലാത്തവനുമായ ഭഗവാൻ തന്നെ സ്വരൂപം സ്വീകരിച്ചു വന്നവരാണ് നിങ്ങൾ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറയുകയാണ്. തദഹം കൃതവിശ്രംഭ സുഹൃദോവസ്തപസ്വിനാം സംപൃച്ഛേ ഭവ ഏതസ്മിൻ ക്ഷേമ കേന അഞ്ജസാ ഭവേത്.
എങ്ങനെയായാലാണ് ഈ സംസാരത്തിൽ ക്ഷേമമുണ്ടാവുക? നിങ്ങൾ ഈശ്വര സ്വരൂപികളാണ്, അതുകൊണ്ട് നിങ്ങൾക്കതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. ലോകരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സഞ്ചരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി എങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് മനുഷ്യർക്ക് ക്ഷേമമുണ്ടാവുക, അത് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. അർത്ഥഗാംഭീര്യത്തോടും മിതമായ അക്ഷരങ്ങളോടും കൂടിയതും കർണമധുരവുമായിട്ടുള്ള പൃഥുവിൻ്റെ ചോദ്യം കേട്ട് സനൽകുമാര മഹർഷി ഒരു പുഞ്ചിരിയോടുകൂടി മറുപടി പറഞ്ഞു. രാജാവേ, എല്ലാവർക്കും പ്രയോജനകരമായി തീരണം എന്ന ഉദ്ദേശത്തോടെയാണ് അങ്ങ് ഈ സഭയിൽ വെച്ച് ഈ ചോദ്യം ചോദിച്ചത്. അത് വളരെ നന്നായി. സജ്ജനങ്ങളുടെ സ്വഭാവം ഇങ്ങനെ പരോപകാര തൽപരതയാണ്. സജ്ജനങ്ങളോടുള്ള ചേർച്ച രണ്ടു കൂട്ടർക്കും മാത്രമല്ല, അവരുടെ സംഭാഷണം കേൾക്കുന്നവർക്കും കൂടി പ്രയോജനകരമായിട്ടുള്ളതാണ്. ഭഗവാന്റെ ഗുണങ്ങൾ കേൾക്കുന്നതിൽ അങ്ങേക്ക് ജന്മനാ തന്നെ ഉറച്ച താല്പര്യമുണ്ട്. സാധാരണക്കാർക്ക് ദുർലഭമായിട്ടുള്ള ഭക്തി അങ്ങേക്ക് സ്വതവേ തന്നെ ഉണ്ട്. അത് മനസ്സിലെ കാമവാസനകളെ സമൂലം ഇല്ലാതെയാക്കും, നശിപ്പിക്കും. അതുകൊണ്ടാണ് ഭക്തി നമ്മൾ അനുഷ്ഠിക്കണം എന്ന് പറയുന്നത്. ആ ഭക്തി നമ്മുടെ മനസ്സിലെ കാമാദി വാസനകളെ സമൂലം ഇല്ലാതെയാക്കും. ഇനി അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയാം. ശാസ്ത്രങ്ങളിൽ ക്ഷേമത്തിനുള്ള അനുഷ്ഠാനം ഉപദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ സാരസർവസ്വം ഇത്രമാത്രമാണ്. 2 കാര്യങ്ങളെയാണ് ശാസ്ത്രത്തിൽ ക്ഷേമമുണ്ടാവാൻ പറയുന്നത്. വളരെ പ്രസക്തമായിട്ടുള്ള ഉപദേശമാണ് സനകാദി മഹർഷിമാർ ഇവിടെ പറയുന്നത്. ശാസ്ത്രേഷു യാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദൃക് വിമൃശേഷു ഹേതുഃ അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരതിർ ബ്രഹ്മണി നിർഗുണേച്ഛയാം. ആത്മാവൊഴികെ മറ്റെല്ലാറ്റിലും തീവ്ര വൈരാഗ്യവും നിർഗുണമായ ആത്മാവിൽ ദൃഢമായിട്ടുള്ള താല്പര്യവും ഉണ്ടാവുക എന്നതാണ് ക്ഷേമമുണ്ടാകുന്നതിനുള്ള വഴി. അതായത് അനാത്മവസ്തുക്കളിൽ വൈരാഗ്യം, നിരുപാധികവും നിർഗുണവുമായ ആത്മാവിൽ ഉറച്ച പ്രേമം, ഈ 2 കാര്യങ്ങളാണ് മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് കാരണം എന്ന് ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അത് നമുക്ക് ഒന്നുകൂടി ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, ലോകവിഷയങ്ങളിൽ അമിതമായ ആസക്തി ഇല്ലാതിരിക്കുക. ലോകവിഷയങ്ങളിൽ നമുക്ക് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആസക്തി ഉണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും. ലോകത്ത് ഓരോ കാര്യങ്ങളിൽ സമ്പത്തിൽ ആഗ്രഹം ഉണ്ടാവാം, പദവികളിൽ ആഗ്രഹം ഉണ്ടാവും, കുടുംബ ബന്ധങ്ങളിൽ ആഗ്രഹങ്ങളുണ്ടാവും, തൻ്റെ വീട് വലുതാവണമെന്ന ആഗ്രഹം, നല്ല വീടുണ്ടായിരിക്കണം, വാഹനമുണ്ടായിരിക്കണം. ഇങ്ങനെ ലൗകിക വിഷയങ്ങളിൽ ആഗ്രഹമുണ്ടാവുക എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ലോകവിഷയങ്ങളിൽ അത്യാഗ്രഹം ഉണ്ടാവുക എന്നുള്ളതൊരു ദോഷമായിട്ടുള്ളൊരു കാര്യമാണ്. ആഗ്രഹവും അത്യാഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാമല്ലോ. അപ്പോൾ ആഗ്രഹം എന്നുള്ളത് ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആഗ്രഹമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആഗ്രഹം വേണ്ട എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. അത്യാഗ്രഹം എന്നുള്ളത് നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കുന്നതാണ്, നമ്മുടെ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നതാണ്, നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിയെ ഇല്ലാതെയാക്കുന്നതാണ്, നമ്മുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നതാണ്. അപ്പം അതുകൊണ്ട് ലോകവിഷയങ്ങളിൽ ഒരു നിയന്ത്രണം നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ സമ്പത്തിൻ്റെ, നമ്മുടെ വരുമാനത്തിൻ്റെ ഒക്കെ തോതിനെ ആസ്പദമാക്കി നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് നേടാം. പക്ഷേ അനാസക്തമായിട്ട് അമിതമായിട്ടുള്ള ആർത്തിയില്ലാതെ, അത്യാർത്തിയില്ലാതെ നമുക്ക് ലോകവിഷയങ്ങളെ സ്വീകരിക്കാം. ഒപ്പം 2ാമത്തെ ഘടകം എന്ന് പറയുന്നത് ആത്മാവിൽ ദൃഢമായിട്ടുള്ള പ്രേമം. അതിനെ നമുക്ക് ലളിതമായിട്ട് ഈശ്വരഭക്തിയും ഈശ്വരവിശ്വാസവും എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാം. ഇപ്പോൾ ലോകവിഷയങ്ങളിൽ അമിതമായ ആസക്തിയില്ലാതെ
ഉറച്ച ഈശ്വര വിശ്വാസത്തോടും ഈശ്വര ഭക്തിയോടും കൂടി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ ശ്രേയസ് ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം മനോനിയന്ത്രണം എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായും വന്നു ചേരും. ലോകവിഷയങ്ങളിൽ അമിതമായിട്ടുള്ള ആസക്തി ഇല്ലാതിരിക്കുമ്പോൾ ഒരു നിയന്ത്രണം നമുക്കുണ്ടാവും. ഈശ്വരഭക്തി ഉണ്ടാകുമ്പോഴോ ധർമാധർമ്മ ചിന്ത നമുക്കുണ്ടാകും. തെറ്റായ വഴികളിലൂടെ ഒരിക്കലും സഞ്ചരിക്കാതെ ആയിത്തീരും. അങ്ങനെ ആവുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ശ്രേയസ് ഉണ്ടാവുമല്ലോ. ചെയ്യുന്ന പ്രവർത്തികൾ ധാർമ്മികവും, ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ചെയ്യുന്ന പ്രവർത്തികൾ ധാർമ്മികമായതുകൊണ്ട് മാത്രം നമുക്ക് ഉയർച്ച ഉണ്ടായിക്കൊള്ളുന്നില്ല. പല ആളുകളെയും നമുക്ക് അങ്ങനെ സമൂഹത്തിൽ കാണാം. നല്ല മനുഷ്യരാണ്, പക്ഷെ വരവിലധികം ചെലവാണ്. ലോകത്തുള്ള പല സാധനങ്ങളും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കയ്യിൽ കാശുണ്ടോ, വരുമാനമുണ്ടോ എന്ന് ചിന്തിക്കാതെ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. വീട് മോടി പിടിപ്പിക്കാൻ തീരുമാനിക്കുന്നു. വീട് പണിയുന്ന സമയത്ത് തന്നെ തൻ്റെ ബഡ്ജറ്റിനെ നോക്കാതെ വലിയ വീട് വയ്ക്കാൻ തീരുമാനിക്കുന്നു. ഇതൊക്കെ നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ്. പല ആളുകളും അങ്ങനെ വലിയ കടക്കണിയിൽ വീഴുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇത് വളരെ ജീവിതസ്പർശിയായിട്ടുള്ള ഉപദേശങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളും. ലോകവിഷയങ്ങളിൽ അമിതമായ ആസക്തിയില്ലാതെ ഒരു ആത്മനിയന്ത്രണത്തോടു കൂടി ജീവിക്കുക. ഒപ്പം ഈശ്വരനിൽ അല്ലെങ്കിൽ ആത്മാവിൽ, രണ്ടും ഒന്നു തന്നെയാണല്ലോ. അപ്പോൾ ആത്മാവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമായതുകൊണ്ടാണ് ഈശ്വരനിൽ ദൃഢമായിട്ടുള്ള ഭക്തിയോടു കൂടിയിട്ട് ജീവിക്കുക. ഇത് രണ്ട് കാര്യങ്ങളെയും പരിപാലിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരാൾക്ക് ശ്രേയസ് ഉണ്ടാവും എന്ന് പറയുന്നു. പിന്നെ തുടർന്ന് അതിൻ്റേതായിട്ടുള്ള ഉപദേശങ്ങളും പൃഥുവിൻ്റെ മുക്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമാണ് പറയുന്നത്. അത് നമുക്ക് ഇതിൻ്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. ഹരി ഓം തത്സത്.